പള്ളികൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അതിന് മനസ്സിലാക്കിയത് അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം പ്രവാചക ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളി, മദീനത്തെ പള്ളി ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. അത് കേവലം നമസ്കരിക്കാനും ഖുർആൻ ഓതാനും വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നില്ല, മറിച്ച് എല്ലാ നിലക്കും. ഇന്നിപ്പോ നമ്മുടെ പള്ളികളൊക്കെ എടുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ പള്ളിയെ നമ്മൾ അതുമായി തുലനം ചെയ്താൽ, ചേർത്ത് വെച്ചാൽ, കേവലം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ നിന്നുള്ള ഏതാനും ഈന്തപ്പനയോലകളും ഈന്തപ്പനയുടെ പലകകളും കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മദീനത്തെ പള്ളി നമ്മുടെ ഭാവനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ പള്ളികളുമായി ചേർത്തു വെച്ചാൽ ഭൗതിക സൗകര്യങ്ങളുമായി മദീനത്തെ പള്ളി വളരെ പുറകിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പള്ളി നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അലങ്കാരങ്ങൾക്കും ഒരു വിശദീകരണങ്ങൾക്കും ഒരു പറയലുകൾക്കും തീർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ പള്ളി നിർവഹിച്ച ദൗത്യം അതേറെ ശ്രദ്ധേയമായിരുന്നു. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി, യാത്രക്കാർക്കുള്ള അത്താണിയായി, പാപങ്ങൾക്കുള്ള ആശ്രയ കേന്ദ്രമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി നിലകൊണ്ടു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഇന്ന് പലപ്പോഴും നമ്മളിങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞാൽ ഇത് പള്ളി പോയി പറ നമ്മൾ പറയും. ഇന്ന് നമുക്ക് തമാശയുടെയും അതുപോലെ തന്നെ എന്തോ ഒരു പരിഹാസത്തിന്റെയും വചനങ്ങളാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടായിരുന്നു. പള്ളിയിൽ പോയി ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ റസൂലും സ്വഹാബത്തും അവിടെ സന്നദ്ധമായിരുന്നു എന്ന് ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇന്ന് പലപ്പോഴും നമുക്കത് പരിഹാസമായി മാറി, നമുക്കത് ഒരു കേവലം സംസാരമായി മാറി. എന്നാൽ ആ രൂപത്തിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി, അത്താണിയായി, എല്ലാ നിലക്കും ഒരു നാട്ടിലെ പള്ളി ഈ രൂപത്തിൽ എല്ലാ നിലക്കും എല്ലാവർക്കും മതജാതി ഭേദമന്യേ ഉപകാരപ്പെടുന്നതാവണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്.